സാർ, ലെബനൻ ഒരു ക്രൈസ്തവ രാജ്യമായിരുന്നല്ലോ. പിന്നീട് 1980കളുടെ തുടക്കത്തിൽ ഹിസ്ബുള്ള രൂപീകരിക്കപ്പെടുന്നു. ഹിസ്ബുള്ള അവിടേക്ക് വരുന്നു. പിന്നീട് പതിയെ അതൊരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയായി മാറുന്നു. അപ്പം ക്രൈസ്തവരുടെ അധികാരങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതിൽ നിന്ന് ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു പാഠം പഠിക്കാനുണ്ടോ? ഇന്ത്യക്ക് ധാരാളം പഠിക്കാനുണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഈ ഡെമോഗ്രഫി ചേഞ്ച് എന്ന് പറയില്ലേ, ജനസംഖ്യ മാറുന്നത്. ഒരു പ്രദേശം തന്നെ, ഒരു പ്രദേശത്ത് ആരായിരുന്നോ ഭൂരിപക്ഷം മതം, ഏതായിരുന്നോ ഭൂരിപക്ഷ മതം, അത് മാറിപ്പോവുക. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട്. അത് ലെബനൻ്റെ കഥ പറഞ്ഞിട്ട് നമുക്കതിലേക്ക് വരാം. ഇത് ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഇസ്ലാം ഭൂരിപക്ഷ മതമായി മാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് ലെബനൻ. ബൈബിളിലൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഈ ലെബനൻ. പശ്ചിമേഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യം, മധ്യധരണ്യാഴിയുടെ തീരം, മെഡിറ്ററേനിയൻ സീ, മധ്യധരണ്യാഴിയുടെ തീരം. 1970കളിൽ ലെബനനും ഇസ്രയേലും ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമായിരുന്നു ഈ പശ്ചിമേഷ്യയിൽ അമുസ്ലിം രാജ്യം, മുസ്ലിം അല്ലാത്ത രാജ്യം ഉണ്ടായിരുന്നത് ആ മേഖലയിൽ, മിഡിൽ ഈസ്റ്റിൽ. ഇസ്രായേൽ പോലെ തന്നെ ലെബനൻ തന്നെയായിരുന്നു രണ്ടാമത്തെ ജനാധിപത്യ രാജ്യവും. വേറെ സ്ഥലത്ത് ജനാധിപത്യമൊന്നുമില്ലല്ലോ, ഷെയ്ഖുമാരുടെയൊക്കെ ഭരണമാണല്ലോ ബാക്കി സ്ഥലങ്ങളിലുമൊക്കെ. ഇത് ബക്ക താഴ്വര ബൈബിളിലൊക്കെ പറയുന്ന കടലിനോട് ചേർന്ന മലനിര ആണ്. അതൊക്കെ വളരെ അപൂർവമായിട്ടാണ്. 1975 വരെ ലെവന്റൈൻ സംസ്കാരം ആയിരുന്നു അവിടെ. കാലാവസ്ഥയും സംസ്കാരവും രണ്ടും നല്ലതായിരുന്നു. ഭക്ഷണം, ആതിഥ്യം, ഇതിലൊക്കെ വളരെ അറിയപ്പെട്ട സ്ഥലമായിരുന്നു ലെബനൻ. ബെയ്റൂട്ട് കിഴക്കിൻ്റെ പാരീസ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധം. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് ഇതിനെയൊക്കെ ഈ വാണിജ്യം കൊണ്ട് ബന്ധിപ്പിച്ചിരുന്ന 3 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ ലെബനൻ. 3 ഭൂഖണ്ഡങ്ങളുടെ വാണിജ്യ സന്ധിസ്ഥാനം ആയിരുന്നു, സംഗമബിന്ദു ആയിരുന്നു ലെബനൻ. മോറോൺ ക്രിസ്ത്യാനികളുടെ കേന്ദ്രമായിരുന്നു മോറോൺ സഭ. അന്ത്യോക്യ എന്നുള്ളത് മൂലകേന്ദ്രം ആയിരുന്നു ആ കാലത്ത്. അവിടെ നശിച്ചുപോയ, അന്ത്യോക്യയിൽ നശിച്ചുപോയ കിഴക്കൻ ക്രിസ്തുമതത്തിൻ്റെ ഒരു ബാക്കി കേന്ദ്രം ആയിരുന്നു ലെബനൻ. ഏഷ്യയിൽ അവസാനിച്ച ഗ്രീക്ക് കത്തോലിക്കരുടെ അവസാന കേന്ദ്രവുമായിരുന്നു ലെബനൻ. എന്ന് പറഞ്ഞാൽ പലതരം ക്രൈസ്തവ സഭകളുടെ കേന്ദ്രവുമായി അവസാനം ഈ ലെബനൻ നിലനിന്നിരുന്നു. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ അവസാനത്തെ ഒരു കേന്ദ്രമായിരുന്നു ലെബനൻ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ തുർക്കി ആ രാജ്യത്ത് ഇവരെ ഉന്മൂലനം ചെയ്തിരുന്നു. ഗ്രീക്ക് ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളെ മുഴുവൻ വംശഹത്യ ചെയ്തിരുന്നു. ഈ തുർക്കി ഇതിനൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഈ അർമീനിയക്കാരെ മുഴുവൻ, അർമീനിയൻ, അതിപ്പോൾ വംശഹത്യയായിട്ട് UN അംഗീകരിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം. ഇങ്ങനെ ക്രിസ്ത്യാനികളെ പടിയായിട്ട് ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഗ്രീക്ക് ഓർത്തഡോക്സ് വിഭാഗക്കാരെ, ക്രിസ്ത്യാനികളെ കൊന്നൊതുക്കിയതിന് ശേഷം തുർക്കി അവരുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു ലെബനൻ. അങ്ങനെ ശരിക്കും ക്രൈസ്തവരെ സംബന്ധിച്ച് നിലനിൽക്കേണ്ട ഒരു സ്ഥലമായിരുന്നു. കുറേ അവശിഷ്ട സംസ്കാരങ്ങൾ അവിടെ നിലനിന്നുകൊണ്ടിരുന്നു. തുർക്കി സാമ്രാജ്യം ഇല്ലാതായപ്പോൾ, തുർക്കി സാമ്രാജ്യം ആവുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകയുദ്ധത്തിൻ്റെ അവസാനം സഖ്യശക്തികൾ തുർക്കി സാമ്രാജ്യത്തിനെ വിഭജിച്ചു പലതാക്കി. കാരണം തുർക്കി സാമ്രാജ്യത്തിലാണ് സുൽത്താൻ ഉള്ളത്, മുസ്ലിങ്ങളുടെ. അദ്ദേഹം തന്നെയായിരുന്നു ഖലീഫയും. ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നതാണ് തുർക്കി സാമ്രാജ്യം. ഞാൻ ഓട്ടോമൻ എംപയർ എന്നും മനഃപൂർവ്വം പറയാത്തതാണ്, കാരണം അത് എന്താണെന്ന് അറിയാത്ത ആളുകളിലുണ്ട്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഓട്ടോമൻ എംപയറിനെ വരുള്ളൂ. തുർക്കി സാമ്രാജ്യം അതാണ് ശരിക്കും നമ്മൾ പറയുന്നത്. ആ തുർക്കി സാമ്രാജ്യം വിഭജിച്ച സമയത്താണ് ഇവിടെ ഖിലാഫത്തൊക്കെ ഉണ്ടായിരുന്നത്. കേരളത്തില്
ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാവുന്നു. അലി സഹോദരന്മാര് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ആ സമയത്ത് ജിന്ന കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു പോകുന്നു. അപ്പൊ ഗാന്ധിക്ക് കിട്ടുന്ന 2 മുസ്ലിം നേതാക്കളാണ് ഈ അലി സഹോദരന്മാർ. ജിന്ന പൊക്കോട്ടെ ഇവരെ എടുക്കാന്ന് വെച്ചിട്ട് സത്യത്തിൽ ഗാന്ധിയെ ഇവര് ബന്ദിയാക്കുക ചെയ്ത രാഷ്ട്രീയ ബന്ദി എന്ന് പറയാം. എന്നിട്ട് ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ കൂട്ടിക്കയറ്റി ഗാന്ധി. അങ്ങനെയാണ് മാപ്പിള ലഹള ഉണ്ടാകുന്നത്. തുർക്കി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തുർക്കി മതേതരമായിരുന്നു. കമാൽ അത്താതുർക്കൊക്കെ വന്നിട്ട് അവിടുത്തെ വേറെ ഭരണകൂടം വന്നു. അവർക്കവിടെ ഖലീഫയും വേണ്ട സുൽത്താനും വേണ്ട. പക്ഷെ ഇവിടെ മലബാറിൽ കുറെ പേർക്ക് ആ ഖലീഫ തിരിച്ചു വരണം. തുർക്കിക്ക് തിരിച്ചു വരണ്ട, വേണ്ട, ഇവിടെയുള്ളവർക്ക് തുർക്കിയിൽ അയാൾ തിരിച്ചു വരണമെന്ന് നടപ്പുള്ള കാര്യമാണ്. എന്നിട്ടാണ് ഈ ഖിലാഫത്ത് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് മാപ്പിള ലഹളയൊക്കെ നടന്നത്. അങ്ങനെ തുർക്കി സാമ്രാജ്യം ഇല്ലാതാവുന്നു ലോകയുദ്ധത്തിന്റെ ഒടുവിൽ. 1-ാം ലോകയുദ്ധത്തിന്റെ അവസാനം ലെബനനും സിറിയയും ഫ്രഞ്ച് കോളനികളായി. അപ്പോൾ തുർക്കി സാമ്രാജ്യത്തിൽപ്പെട്ട ഈ 2 സ്ഥലങ്ങളും ഫ്രാൻസിന് കൊടുത്തു, ഫ്രഞ്ച് കോളനികളായി. ഫ്രാൻസിന്റെ സംരക്ഷിത പ്രൊട്ടക്ടറേറ്റ്സ് എന്ന് പറയും, സംരക്ഷിത രാജ്യങ്ങളായി. ഒരു കാലത്ത് ടിപ്പു സുൽത്താന്റെ പ്രൊട്ടക്ടറേറ്റ് ആയിരുന്നു കൊച്ചി. അതെയോ? കാരണം കൊച്ചി എല്ലാ കൊല്ലവും ഇത്ര രൂപ കപ്പം കൊടുക്കാന്ന് പറഞ്ഞു, ഇത്ര ആനയും തരാം എന്ന് പറഞ്ഞു. ഇടക്കിടയ്ക്ക് പുള്ളി ഇത്ര ആന വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കാശ് കൂട്ടി തരുന്ന. എവിടെ ദാരിദ്ര്യമല്ലേ? പക്ഷെ ഇവിടം ആക്രമിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടതാണ്. മലബാറിലൊക്കെ ഉണ്ടായ നാശം കണ്ടിട്ട് പേടിച്ചിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ അങ്ങനെ പ്രൊട്ടക്ടറേറ്റ് ആയിരുന്നു ഈ 2 സ്ഥലവും, ലെബനനും സിറിയയും ഫ്രാൻസിൻ്റെ. അന്ന് ഒറ്റ രാജ്യമായിട്ടാണ് അത് ഉണ്ടായിരുന്നത്. 1944 ഫ്രഞ്ചുകാർ പോയി. ഫ്രഞ്ചുകാർ പോയപ്പോൾ ലെബനൻ ക്രിസ്ത്യൻ രാജ്യമായിട്ട് നിന്നു, ജനാധിപത്യ രാജ്യമായിട്ട് നിന്നു. സിറിയ ഏകാധിപത്യ രാജ്യമായി, മുസ്ലിം രാഷ്ട്രവുമായി. അപ്പോൾ മുസ്ലിം രാജ്യമായിട്ട് സിറിയ നിൽക്കുന്നു. സിറിയക്ക് ചുറ്റും മുസ്ലിം രാജ്യങ്ങൾ ഉണ്ട്. ഇന്ത്യക്ക് ചുറ്റും ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ ചിലതൊക്കെ നിൽക്കുന്നുണ്ട്. അതാണ് ഈ പാഠം എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ മുസ്ലിം രാജ്യങ്ങൾ ഈ ക്രിസ്ത്യൻ രാജ്യമായ ലെബനനിൽ കണ്ണുവെച്ചു. ഇത് നമുക്ക് ശരിപ്പെടുത്തിയെടുക്കാം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം എന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും ലോക്കൽ പ്രതിഭാസമല്ല, പ്രാദേശികമല്ല, അതൊരു ആഗോള പ്രതിഭാസമാണ്. അപ്പോൾ ഇത് നമ്മൾ ശരിയാക്കി എടുക്കണമെന്ന് വെച്ചാൽ ഇസ്ലാമിക ലോകം മൊത്തം ഒരുമിച്ചൊരു അജണ്ടയായിട്ട് വരും. അതിലത്തെ പ്രശ്നം മാത്രമൊന്നുമല്ല. അങ്ങനെ കണ്ണുവെച്ചു. പിന്നെ ലെബനനിലും മനുഷ്യാവകാശ ഇപ്പം നമ്മൾ കാണുന്നത് പോലെ തന്നെയാണ് മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ തുടങ്ങി ഇവര്. ഹ്യൂമൻ റൈറ്റ്സ് നിങ്ങളിപ്പോൾ കേൾക്കാറില്ലേ? ഹ്യൂമൻ റൈറ്റ്സ് ഡെമോക്രസി എന്നൊക്കെ. ഇപ്പോൾ ഇന്ത്യക്കെതിരെയും പറയില്ലേ കാശ്മീരിൽ മനുഷ്യാവകാശ പ്രശ്നമൊക്കെ. ഈ നിക്ഷിപ്ത താല്പര്യമുള്ള അരുന്ധതി റോയിയെ പോലുള്ള ആളുകളും വേറെ ചില എഴുത്തുകാരും അക്കാഡമിഷ്യന്മാർ പ്രൊഫസർമാർ ഇവരൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങ് നിന്ന് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം മനുഷ്യാവകാശ പ്രശ്നം ലെബനനിൽ നടക്കുന്നു എന്നാ പറഞ്ഞു ആദ്യം. അങ്ങനെ ഒരു ആഗോള പ്രശ്നമാക്കി എടുത്തു. ലെബനൻ എന്ന് പറഞ്ഞാൽ എന്തോ ആഗോള വിപത്താണ് എന്നിവരുണ്ടാക്കിയെടുത്തു. ഒരു നെറേറ്റീവ്, ഒരു ആഖ്യാനം. അത് കഴിഞ്ഞ് അവിടെ പോയിട്ട് ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടാക്കി ലെബനനിൽ പോയിട്ട് ഇസ്ലാമിക ആളുകൾ, പിന്നെ ഷിയ സുന്നി അടി നടക്കുന്നു അവിടെ, മനഃപൂർവ്വം ചെയ്യുന്ന. അപ്പം അത് ഒരു ക്രൈസ്തവ രാജ്യമാണെങ്കിലും അവിടെ അടികൾ നടക്കുന്നു വന്നു. ഷിയ സുന്നി സംഗതി, ആഭ്യന്തര യുദ്ധങ്ങൾ. എന്നിട്ട് ഇവർ പതുക്കെ അധിനിവേശങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇതൊരു നരേഷൻ, ഇങ്ങനെ ഒരു അജണ്ട ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മനുഷ്യാവകാശ പ്രശ്നമാണ് ഉയർത്തുക, അതവിടെ ഉയർത്തി. പിന്നെ ആഭ്യന്തര യുദ്ധം, അവിടെ ഒരു സമാധാനപരമായിട്ട് ജീവിക്കുന്ന സ്ഥലത്ത് എപ്പോഴും സംഘർഷം ഉണ്ടാക്കുക. എന്നിട്ടാണല്ലോ ഇത് പരിഹരിക്കാനാണല്ലോ ഇടപെടുക, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട്. പിന്നെ എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും അതിൻ്റെ അകത്ത് ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിർത്തി വിട്ടിട്ട് ലെബനനിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യാൻ തുടങ്ങി. അവർക്കവിടെ സമാധാനപരമായ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സ്ഥലത്ത് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അവിടുന്ന് പലായനം
ജനം നടക്കാൻ തുടങ്ങി. അമുസ്ലിം രാജ്യങ്ങളോട് അഭയം ചോദിച്ചു. പലായനം ചെയ്ത മുസ്ലിങ്ങൾ, അവിടുന്ന് സമാധാനപരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളും പലായനം ചെയ്തു. അവർ പല സ്ഥലത്തുമൊക്കെ പോയി. അത് കഴിഞ്ഞ് മുസ്ലിം രാജ്യങ്ങളിലുമൊക്കെ പോയിട്ട് അവിടെ ഈ ഓരോരോ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. എന്നിട്ട് ഇസ്ലാം രാജ്യങ്ങളിൽ പോയി പ്രചരിപ്പിക്കുന്നു. ഇവിടെ ആകെ കുഴപ്പമാണ്, നിങ്ങൾ ഇടപെടണം. അങ്ങനെ ഇടപെടുകയാണ്. 1970-71 ലെബനനിൽ ക്രിസ്ത്യാനികൾ ഇങ്ങനെയൊന്നും വരുന്നു വിചാരിച്ചിരുന്നില്ല. ജോർദാൻ, സിറിയ അയൽ രാജ്യങ്ങളാണല്ലോ. അവിടെ നിന്നും മുസ്ലിങ്ങൾ ലെബനനിലേക്ക് കുടിയേറി. അവിടുന്ന് ബാക്കി ക്രിസ്ത്യാനികൾ പലായനം ചെയ്യാണല്ലോ. അപ്പോൾ മുസ്ലിങ്ങൾ കുടിയേറി ജോർദാനിൽ നിന്നും സിറിയയിൽ നിന്നും. അപ്പോൾ ഇവർ അവിടുത്തെ ഷിയ സുന്നി പതുക്കെ ഡെമോഗ്രഫി മാറുന്നു, ജനസംഖ്യ മാറുന്നു. അതിൻ്റെ കൂടെ ഈ ഷിയയും സുന്നി ഭീകര സംഘടനകൾ, ലെബനനിൻ്റെ അകത്തുള്ള ഷിയ സുന്നി ഭീകര സംഘടനകൾ അവർ സ്വയം ഞങ്ങൾ ഇടതുപക്ഷമാണ് എന്ന് ഭാവിക്കുന്നു. ഇതെല്ലായിടത്തും ഇങ്ങനെ സംഭവിക്കും. ഒരു ഇടതുപക്ഷ കവചം, ഞങ്ങൾ ലെഫ്റ്റാണ് എന്ന് ഭാവിക്കുക. ഇസ്ലാമാണെന്ന് പറയുന്നതിന് പകരം ലെഫ്റ്റാണ് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ലോകത്തിലുള്ള ഈ ലെഫ്റ്റ് എന്ന് പറയപ്പെടുന്ന ഈ കപട നാട്യക്കാർ മുഴുവൻ ഇത് ഈ ഇസ്ലാം പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഇത് ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ പിന്തുണയ്ക്കാനായിട്ട് തുടങ്ങി. ഈ ഹമാസിനെയൊക്കെ പിന്തുണയ്ക്കുന്നതൊക്കെ പോലെ തന്നെ. എന്നിട്ട് അപ്പോൾ ഗതികെട്ട അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അവർക്ക് വലതുപക്ഷമാവുക, എതിര് നിൽക്കുക എന്നുള്ളതാണ്. വലതുപക്ഷം. അപ്പോൾ നമ്മൾ റൈറ്റ് ആവുക, ലെഫ്റ്റ് ആയതിനെയൊക്കെ ചീത്ത പറയുക എന്നുള്ള അവസ്ഥയിൽ. അപ്പോൾ ആഗോള മാധ്യമങ്ങൾ ആ ക്രിസ്ത്യാനികളെ ആക്രമിക്കാൻ തുടങ്ങി. വലതുപക്ഷമായല്ലോ, അപ്പോൾ അവരെ അങ്ങ് ആക്രമിക്കാൻ തുടങ്ങി. ഇവരാണ് കുഴപ്പക്കാരെന്ന് വന്നു ഈ ക്രിസ്ത്യാനികൾ. എന്നിട്ട് ആ ക്രിസ്ത്യാനികളെ ഈ ഇടതുപക്ഷവും ഇസ്ലാം ലോകവും എല്ലാം കൂടി ഫാഷിസ്റ്റുകൾ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതും ഇന്ത്യയിൽ കാണുന്നതല്ലേ? ഹിന്ദുക്കളെ മുഴുവൻ ഫാഷിസ്റ്റുകൾ എന്നല്ലേ വിളിക്കുന്നത്? ഇപ്പോൾ വർഗീയവാദികളാണ്, ഫാഷിസ്റ്റുകളാണ് എന്ന് വിളിക്കാൻ തുടങ്ങി. അവർ ആ ക്രിസ്ത്യാനികൾ മുസ്ലിം ന്യൂനപക്ഷത്തെ, ഈ മൈനോറിറ്റി കാർഡ് ഉണ്ടല്ലോ, ഭൂരിപക്ഷമാണ്, എന്നിട്ട് മുസ്ലിം മൈനോറിറ്റിയെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞു വരുത്താൻ തുടങ്ങി. 1971 സത്യത്തിൽ അവിടെ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 2% ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. 50, 52, 54%. ഈ ക്രിസ്ത്യാനി ഭൂരിപക്ഷം അവിടുത്തെ ന്യൂനപക്ഷം മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറയുന്നതിന് പോഴത്തായിരുന്നു. കാരണം ക്രിസ്ത്യാനികൾ ഇത്രയേ ഉള്ളൂ. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാലും 100%, 90% ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല അവിടെ. 50 മുസ്ലിം രാജ്യങ്ങൾ അങ്ങനെ ലെബനനിട്ട് അയലത്തുള്ള 50 മുസ്ലിം രാജ്യങ്ങൾ പണിയാൻ തുടങ്ങി. എന്നിട്ട് അങ്ങോട്ട് പണിതിട്ട് ആ ക്രിസ്ത്യാനികളാണ് വേട്ടക്കാർ എന്ന് വരുത്തി. ആദ്യം പശ്ചിമ ബെയ്റൂട്ട്, സിഡോൺ, ടയർ, ലെബനനിലെ ഈ ഭാഗങ്ങളിലാണ് കുടിയേറിയത്. ഇപ്പോൾ മുസ്ലിങ്ങളിൽ അവിടെ 83% ഉണ്ട് ലെബനനിൽ, വലിയ ഭൂരിപക്ഷമായി. മുസ്ലിങ്ങൾ 44% ആയപ്പോഴാണ് അവിടെ ഈ ആഭ്യന്തര യുദ്ധം അവർ തുടങ്ങിയത്, പലായനമൊക്കെ വരുത്തിയത്. ഇപ്പോൾ 83% ഉണ്ട്. 1991 വരെ നമ്മൾ ലെബനൻ, സിറിയ എന്നൊക്കെ പറഞ്ഞ് ആഭ്യന്തര യുദ്ധ വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ക്രിസ്ത്യാനികൾ മിക്കവാറും ഒക്കെ തെക്കേ അമേരിക്കയിലേക്ക് കുടിയേറി. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഒരു ഇളവും ഉണ്ടല്ലോ അവിടെ അമേരിക്കയിൽ. ഇസ്ലാമുമായുള്ള യുദ്ധം ഇന്ത്യ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമുമായിട്ടുള്ള ഈ സംഗതികൾ, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക പ്രസ്ഥാനമല്ല, പ്രാദേശിക സംരംഭമല്ല. അതിപ്പോൾ ബംഗ്ലാദേശിലിപ്പോൾ മറ്റേ ജമാഅത്തെ ഇസ്ലാമി വരികയാണല്ലോ, അവരുടെ കൂടെ ആഗോള ഇസ്ലാം ചേരും. അവർ ഒറ്റപ്പെട്ടതാണെന്നോ ബംഗാളിനോട് ചേർന്ന് കിടക്കുന്നതാണെന്നോ പാകിസ്ഥാനിൽ നിന്ന് അകലത്തിലാണെന്നോ ഒന്നും വിചാരിക്കേണ്ട കാര്യം. ആഗോളപരമായ ഒരു ഇപ്പൊ ബംഗ്ലാദേശ് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്നയാണെന്നാണല്ലോ, മുജീബുർ റഹ്മാൻ ഒന്നുമല്ല. കാരണം അങ്ങേര് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് ബംഗ്ലാദേശ് ഉണ്ടായെന്നാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവിടെ വാദിക്കുന്നത്. എന്നിട്ട് മറ്റേ പ്രതിമയൊക്കെ എടുത്ത് കളഞ്ഞല്ലോ മുജീബിൻ്റെ, ഇനി ഈ പ്രതിമ വെക്കും അവിടെ ജിന്നയുടെ. അങ്ങനെ
അതൊരു ഇസ്ലാം പ്രതിഭാസമായിട്ട് മാറുന്നു, ഇസ്ലാമിക രാജ്യമായിട്ട് മാറും. അപ്പം നമ്മുടെ ചുറ്റും ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇന്ത്യയുടെ. മാത്രമല്ല മുസ്ലിങ്ങൾക്ക് എപ്പോഴും ഇടത് പിന്തുണ കിട്ടും, ലെഫ്റ്റിസ്റ്റുകൾ ആവും അവർ ആകേണ്ട ഘട്ടത്തിൽ. ഹിന്ദുക്കൾ മുഴുവൻ വലതുപക്ഷവും ആവും, ഫാഷിസ്റ്റുകളും ആകും, വർഗീയവാദികളും ഒക്കെ ആവും. ഇത് അവരുടെ തന്ത്രപരമായൊരു നീക്കം അതല്ലേ. അതാണ് രാഷ്ട്രീയം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതം മാത്രമല്ല, ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു മതമൊക്കെ ആയിരിക്കും, രാഷ്ട്രീയമല്ല. പക്ഷേ ഇസ്ലാം മതം എന്ന് പറയുന്നത് തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതാണ് എപ്പോഴും ആളുകൾ കാണാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ലെബനനിൽ സംഭവിച്ചത് നമുക്ക് ഒരു വലിയ പാഠമാണ്. ഒരു കയ്യകലത്തൊരു ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. ഹിന്ദുമത രാഷ്ട്രം എങ്ങനെ ഇസ്ലാം രാഷ്ട്രമാകാം, അതെങ്ങനെ തടയാം എന്നുള്ള പാഠം കൂടി ലെബനനിൽ നിന്ന് ഇന്ത്യക്ക് പഠിക്കാനുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.